മൊബൈലിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് കീബോർഡ്. നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കണമെങ്കിൽ അല്ലെങ്കിൽ വോയിസ് ടൈപ്പിംഗ് അത് ഏതുമാകട്ടെ കീബോർഡ് ഇല്ലാതെ സാധ്യമല്ല. മൊബൈലിൽ ഇൻബിൽട്ട് ആയിട്ട് ഒരു കീബോർഡ് ഉണ്ട് താനും, പക്ഷേ പല ആളുകളും അത് ഉപയോഗിക്കാറേയില്ല. ചില ആളുകൾ മംഗ്ലീഷ് കീബോർഡ് ഉപയോഗിക്കും, ചില ആളുകൾ ഗൂഗിളിന്റെ ജീബോർഡ് ഉപയോഗിക്കും. ഞാൻ ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ ജീബോർഡാണ് കേട്ടോ. ഇതിൽ ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് ഉള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തതാണ്. എന്നാൽ ഇന്നലെ ഒരു പുതിയ ഫീച്ചർ ഗൂഗിളിന്റെ ജീബോർഡിന്റെ അകത്ത് വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കീബോർഡ് ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഡിസ്പ്ലേയുടെ കാൽഭാഗത്തോളം ഈ ഒരു കീബോർഡ് വന്ന് നിൽക്കും. അതിൽ നിന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ വോയിസ് ടൈപ്പിംഗ് ചെയ്യുക. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് കീബോർഡ് കാണേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് അതില്ലാതെ തന്നെ വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരു ഫീച്ചർ ഗൂഗിളിന്റെ ജീബോർഡിന്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇത് എവിടെയാണ് ഉള്ളത്, എങ്ങനെയാണ് ഇത് എനേബിൾ ചെയ്യാൻ സാധിക്കുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സുഹൃത്ത്, അദ്ദേഹമായിട്ട് ഞാനിപ്പോൾ ചാറ്റ് ചെയ്യുകയാണ്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും ടൈപ്പ് ചെയ്യാം. കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി വോയിസ് ടൈപ്പിംഗ് ആണ് വേണമെങ്കിൽ ഇവിടെ ഒരു മൈക്കിൻ്റെ ചിഹ്നമുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് പറയാം ഹൗ ആർ യു. കണ്ടോ, കൃത്യമായിട്ട് വോയിസ് ടൈപ്പിംഗ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി മലയാളമാണ് വേണമെങ്കിൽ ഇവിടെ ഒരു ഗ്ലോബിൻ്റെ ചിഹ്നം നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പം മലയാളം കീബോർഡ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ, കൈകൊണ്ട് എഴുതിയിട്ട് നമുക്ക് ടൈപ്പ് ചെയ്തിട്ട് അയക്കാം. ഇനി വോയിസ് ടൈപ്പിംഗ് ആണ് വേണമെങ്കിൽ മൈക്കിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് വോയിസ് ടൈപ്പിംഗ് നടത്താം. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ മലയാളം വോയിസ് ടൈപ്പിംഗ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ആ പുതിയ ഫീച്ചർ എന്താണെന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇംഗ്ലീഷ് കീബോർഡിനെ ആക്കിയിട്ടുണ്ട്. ഇവിടെ ആ മൈക്കിൻ്റെ ആ ഒരു ചിഹ്നത്തിൽ ലോങ് പ്രസ് ചെയ്യാം, എന്നിട്ട് അത് വിടുക. അപ്പോൾ ഒരു ഏരോ മാർക്ക് ഇവിടെ വന്നിട്ടുണ്ടാകും, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ കീബോർഡ് പോയി ഇതാ ഈ രൂപത്തിലായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ മൈക്കിൻ്റെ ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹൗ ആർ യു, കണ്ടോ, കൃത്യമായിട്ട് വോയിസ് ടൈപ്പിംഗ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആവശ്യമുള്ള ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ മലയാളം സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ടോ, കൃത്യമായിട്ട് ഇവിടെ മലയാളം വോയിസ് ടൈപ്പിങ്ങും നടക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം കേട്ടോ. അതായത് ഇതുപോലെ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഈ രൂപത്തിൽ വെക്കാം, ഈ രൂപത്തിൽ വെക്കാം. കണ്ടോ, എങ്ങനെ വേണമെങ്കിലും നമുക്കിത് സെറ്റ് ചെയ്യാം. നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ വരുന്നത്. ഇനി നമുക്ക് പഴയ കീബോർഡ് തന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ മൂന്നാമത്തെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പഴയ രൂപത്തിൽ തന്നെ കീബോർഡ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിങ്സിലേക്ക് ഒന്ന് പോകാം. ഇതെങ്ങനെയാണ് വോയിസ് ടൈപ്പിംഗ് എനേബിൾ ചെയ്യുന്നത് അതൊന്ന് നമുക്ക് നോക്കാം. ആ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വോയിസ് ടൈപ്പിംഗ് എന്ന് കാണാൻ സാധിക്കും, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് എനേബിൾ ആണോ എന്ന് നോക്കുക. എനേബിൾ ആണെങ്കിലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഇതിൻ്റെ അകത്തുള്ള ഒരു കിഡിലും ഫീച്ചറും കൂടി ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തരാം. അതിനായിട്ട് ഇവിടെ സ്ക്വയർ ചിഹ്നം കാണുന്നുണ്ടല്ലോ, 4 ഡോട്ടുള്ള, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫ്ലോട്ടിംഗ് എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഫ്ലോട്ടിംഗ് കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടോ കീബോർഡ് നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. സാധാരണ കീബോർഡ് തന്നെ എവിടെ വേണമെങ്കിലും കൊണ്ടുവെക്കാം. ഇനി അതിൻ്റെ സൈസ് നമുക്ക് ഇവിടെ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് നമുക്ക് വലുതും ചെറുതും ഒക്കെ ആക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു പ്രത്യേക സൗകര്യം കൂടി ഗൂഗിളിൻ്റെ ജീബോർഡിൻ്റെ അകത്തുണ്ട്. വളരെ നല്ല നല്ല ഫീച്ചറുകളുള്ള നല്ലൊരു കീബോർഡ് തന്നെയാണ് ഗൂഗിളിൻ്റെ ജീബോർഡ്. ഇനി പഴയ പോലെ തന്നെ കീബോർഡ് ആക്കണം എന്നുണ്ടെങ്കിൽ ആ ഒരു 4 ഡോട്ട് ഉണ്ടല്ലോ, അവിടെ തന്നെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഫ്ലോട്ടിംഗ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. പഴയ കീബോർഡ് പോലെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ആ അപ്ഡേറ്റ് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളും ഗൂഗിളിൻ്റെ ജീബോർഡ് തന്നെ ഉപയോഗിക്കണം എന്ന് തന്നെയാണ് എൻ്റെയും ആഗ്രഹം. ഓക്കെ, നിങ്ങൾ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഓക്കെ, നിങ്ങൾ ഗൂഗിളിൻ്റെ ജീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ഫീച്ചർ നിങ്ങൾക്കും വന്നിരിക്കും. എന്നിട്ട് ഈ ഒരു ഫീച്ചറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. Bye-bye.